നാടിൽ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫ്ഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് കോടതി അഫ്ഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അഫ്ഗാനെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷം നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. പാങ്ങോട്ട് കേസിന് പുറമെ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലും അഫ്ഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകളുടെ ഇടവേളയിൽ സ്വന്തം ഉമ്മയും സഹോദരനെയും കാമുകിയും അടക്കം 6 പേരെയാണ് അഫ്ഫാൻ ആക്രമിച്ചത്. ഇതിൽ ഉമ്മയൊഴികെ ബാക്കിയെല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നടക്കുന്ന കൂട്ടക്കൊലയ്ക്കൊന്നായിരുന്നു ഇത്. എന്നാൽ കൊലപാതകം നടന്ന 10 ദിവസം പിന്നിട്ടിട്ടും ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കടബാധ്യതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫ്ഫാൻ പറയുന്നത്. 65 ലക്ഷം രൂപയുടെ കടം ഇതിനോടകം തന്നെ അഫ്ഫാനുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും 10,000 രൂപയായിരുന്നു പലിശയായി മാത്രം അടച്ചിരുന്നതെന്നാണ് അഫ്ഫാൻ പറയുന്നത്. അതേസമയം സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും ഇത്രയും വലിയ തുകയല്ല എന്ന് പിതാവ് റഹീം പറയുന്നുണ്ട്. വിദേശത്തായിരുന്ന റഹീം സംഭവത്തിന് ശേഷം നാട്ടിലെത്തിയിരുന്നു. കുടുംബത്തിന് ലക്ഷങ്ങളുടെ ബാധ്യതയുള്ളത് അഫ്ഫാനും മാതാവ് ഷെമിയും റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചിട്ടിയിലും പലിശയിടപാടിലും സ്വർണം പണയം വെച്ചതിലുമൊക്കെ 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ എന്തുകൊണ്ട് ഈ ഇടപാട് റഹീമിൽ നിന്ന് മറച്ചുവെച്ചതെന്നതിൽ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അഫ്ഫാന്റെ കുടുംബവുമായി സാമ്പത്തിക ഇടപാടിലുള്ള മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു. അതിൽ നിന്നൊരു ഭീമമായ തുക ബാധ്യതയുണ്ടെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്താവശ്യത്തിനായിരുന്നു ഈ പണമെല്ലാം ചെലവാക്കിയതെന്നും ആർക്കും അറിയില്ല. ഗൾഫിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും യാത്രാരേഖകളും ശരിയാക്കാത്തതും കാരണമായി റഹീം നാട്ടിലെത്തിയിട്ട് 7 വർഷത്തോളമായി. 15 ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും താനത് പരിഹരിക്കുമെന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. പുതുതായി വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടങ്ങളൊന്നും നിലവിലില്ല. കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയം വെച്ചത് തിരിച്ചെടുക്കാനുള്ള പണം പോലും റഹീമാണ് അയച്ചു നൽകിയത്. തനിക്ക് വിദേശത്തേക്ക് ഒരു സമയത്തും പണം വീട്ടിൽ നിന്നും അയച്ചിരുന്നില്ല എന്ന് റഹീം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അഫ്ഫാനെ അറിയിച്ചിരുന്നില്ല എന്നും എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അഫ്ഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉമ്മ ഷെമിയുടെ മൊഴിയിലാണ് പോലീസിന് കൂടുതൽ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം കട്ടിലിൽ നിന്നും വീണാണ് പരിക്കേറ്റത് ഷെമി മജിസ്ട്രേറ്റിനോട് പറഞ്ഞത്. അതേസമയം ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം ഷെമി അറിയിച്ചിട്ടുണ്ട്. റഹീമിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ കാര്യം ഷെമിയെ അറിയിച്ചത്. ഉമ്മ മരിച്ചിട്ടില്ല എന്ന വിവരം 2 ദിവസം മുമ്പാണ് അഫ്ഫാൻ അറിയുന്നത്. ഉമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയതെന്ന് അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. താനും മരിക്കുമെന്നും ജയിലിൽ അധികൃതർ അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്ഫാൻ സാധാരണമായാണ് പെരുമാറുന്നതെന്നാണ് പോലീസും ഡോക്ടർമാരും പറയുന്നത്. അഫ്ഫാന്റെ മാനസിക നില പരിശോധിക്കാൻ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാനും പോലീസ് തീരുമാനമായിട്ടുണ്ട്. അതിനായി മാനസികാരോഗ്യ വിദഗ്ധരുടെ പാനൽ തയ്യാറാക്കി.